ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു കുട്ടി വീഡിയോ കേട്ടോ. നമുക്കൊന്ന് വെറുതെ ഒരു കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. വീഡിയോ ഒന്നും ഇടാൻ എനിക്ക് അങ്ങനെ സമയം കിട്ടാത്തതും അല്ല. കുഞ്ഞുവാവ ഉണ്ടായതുകൊണ്ട് അവൾ വലിയ നിർബന്ധം. അപ്പോൾ അവളെയും വെച്ചിട്ട് ഫോണും വീഡിയോയും ഇതെല്ലാം കൂടി പറ്റുന്നേ ഇല്ല എനിക്ക് തീരെ. അപ്പോൾ ഇപ്പോൾ ആൾ നല്ല ഉറക്കം. ആ സമയത്ത് വിചാരിച്ചൊരു വീഡിയോ ഇടാന്ന്. നമുക്ക് നമ്മുടെ വഴുതനങ്ങ തനിയെ നിന്ന് കിളിച്ചൊരു വഴുതനങ്ങ ചെടിയായിരുന്നു കേട്ടോ. ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ട് 2-3 വഴുതനങ്ങ നിൽക്കുന്നു. അപ്പം ഇത് ഉച്ചക്കത്തേക്ക് ഞാൻ വിചാരിച്ചു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്നതേ കണ്ടോ. ഞാൻ വിചാരിച്ചത് ചുമ്മാ ഇല്ല കാട്ട് നിന്നിട്ട് ചുണ്ടക്കയോ അങ്ങനെ ഇതില്ല അതാന്ന് വിചാരിച്ചാൽ. അപ്പോൾ വെട്ടിക്കളയാ വെച്ചപ്പോൾ അതിങ്ങനെ ഈ നീല കളർ പൂ വിളിച്ചു. അപ്പോഴത്തേക്ക് ഇത് വഴുതനങ്ങയെന്ന് മനസ്സിലായി നിർത്തി. എന്തായാലും നല്ല അടിപൊളി നല്ല വലിയ വഴുതനങ്ങ. ഇനിയിപ്പോൾ ഇത് തനിയെ കിളിച്ച് നല്ല വലിയ മരമായിക്കോളും. നമുക്ക് എപ്പോഴും വഴുതനങ്ങ കാണും. അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇന്നത്തേക്ക് മീൻ വെട്ടുന്ന കത്രികയാണ്. ഒരു കയ്യിൽ ഫോണും വെച്ചിട്ട് ഇച്ചിരി അയ്യോ തറപ്പോയി തള്ളി. അപ്പോൾ നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഫുള്ള് കാടാ. ചെത്താൻ ആളെ വിളിച്ചിട്ട് മഴ മാറട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അല്ലാണ്ട് ആരും വരുന്നില്ല. അപ്പോൾ ഇത് ഫുള്ള് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. നമ്മുടെ വഴുതനങ്ങ ഇത് കട്ട് ചെയ്തെടുത്തു. 3 വഴുതനങ്ങ കിട്ടി. ഇപ്പം നോക്കിയപ്പോൾ ഇത് നമ്മളെ ഉണ്ടമുളകിനകത്ത് കുറച്ച് മുളകൊക്കെ പഴുത്ത് നിൽക്കുന്നത്. അതും കൂടി പിച്ച. ഉണ്ടമുളക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അമ്മാമ്മയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഉണ്ടമുളക് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് പഴുത്ത് പോണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇതും കൂടി പിച്ചിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. നല്ല പഴുത്ത് കേട്ടോ. ഇവിടുത്തെ വെയിൽ കാരണമാണോ എന്തോ ഇവിടേക്ക്. ഇത് കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ചൂടിൻ്റെ ആണോ എന്നറിയാൻ വയ്യ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. നല്ലപോലെ നിന്നിട്ട് ഇങ്ങനെ കുരുടി പോകുമ്പോൾ എന്താന്ന് സംഭവിച്ചെന്നറിയാൻ വയ്യ. ചൂട് ഇവിടെ നല്ല വെയിലടിക്കുക അത്യാവശ്യം. അതുകൊണ്ടാണോ എന്ന് അറിയാൻ വയ്യ. നല്ല കൊള്ളാല്ലേ. ഇത് കണ്ടോ അത്തപ്പൂ ഇടാൻ ഞാൻ പൂവിന് എവിടെയും പോകണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് അത്തപ്പൂ ഇടാൻ മേടിച്ച പൂക്കളായിരുന്നു. അതിവിടെ കിടന്ന് ഇങ്ങനെ ഇത് ഇഷ്ടംമാതിരി കിളിച്ചത് ഇവിടെ എല്ലാം. ഇത് ഈ ബന്ദിയൊക്കെ ബാക്ക് സൈഡിലൊക്കെ ഒരുപാട് മഴ പെയ്തപ്പം വെള്ളം പോയി കെട്ടി നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഇതിൻ്റെ വിത്ത് എന്നിട്ട് അവിടെ എല്ലാം കിളിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിനി അത്തപ്പൂ ഇടാൻ വേണ്ടി പൂവിന് എവിടെയും പോകണ്ട. നമുക്കിനി മീൻ കണ്ടിക്കാം. എന്തൊരു മീനാ കൊണ്ടുവന്നു നോക്കട്ടെ. എന്ത് മീനാ ഇത്? മീനിൻ്റെ പേരൊന്നും അറിയില്ല. എന്തോ ഒരു മീൻ. നമുക്കപ്പോൾ ഇത് കട്ട് ചെയ്ത് കറി വെക്കാം. ഇത് തേങ്ങ അരച്ച് വെക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ബലമായ സംശയം. എന്തായാലും നമുക്ക് തേങ്ങ അരച്ച് വെക്കാം. അപ്പം നമ്മുടെ മീൻ കണ്ടിക്കാൻ പോവാണ്. എൻ്റെ കുഞ്ഞ് കത്തി കാണുന്നത്. അതുകൊണ്ട് ഈ ചക്ക കത്തിയിൽ എടുത്തിട്ടുണ്ട്. കുഞ്ഞൊരു ഇരുമ്പിൻ്റെ ഒരു പിച്ചാത്തി ഉണ്ടായിരുന്നു. ഞാൻ കാണുന്നില്ല. മീൻ കട്ടി എനിക്ക് ഭയങ്കര എളുപ്പമാട്ടോ. ഈ കത്രികയും ഇതുണ്ടെങ്കിൽ എളുപ്പമാണ്. സൈഡൊക്കെ ഇങ്ങനെ വെട്ടി പെട്ടെന്ന് ഞാൻ കട്ട് ചെയ്യും. ഞാൻ മീൻ കട്ട് ചെയ്യുന്നത് നിങ്ങൾ കാണിക്കുന്നൊന്നുമില്ല. ചിലർക്ക് മീൻ കട്ട് ചെയ്യുന്ന ചിക്കൻ ഇറച്ചി അങ്ങനെ കഴിവുന്നതൊന്നും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. മീൻ കട്ട് ചെയ്യുന്ന മണം കേട്ടോണ്ട് ഒരാൾ വന്ന് നിൽക്കോട്ടോ തല തിന്നാൻ. അവനാണെങ്കിൽ പച്ചത്തല തിന്നാൻ ഛർദ്ദിക്കും. എന്നാലും അവന് പച്ചത്തല വേണം. നീ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കാം. പീക്കുട്ടാ എന്താ വേണം? എന്ത് വേണം നിനക്ക്? ഉമ്മുമ്മി തിന്നവനാണോ? നമുക്കിപ്പം തേങ്ങ ചിരണ്ടി എടുക്കാം കേട്ടോ. മീനൊക്കെ കട്ട് ചെയ്തതാണ്. ഇനിയിപ്പം തേങ്ങാക്കറി വയ്ക്കുന്നതാണ് ഇപ്പം എളുപ്പം. കാരണം മുളക് കറി വെക്കാൻ നിൽക്കുന്ന സമയമില്ല. കുഞ്ഞുമാവൻ നല്ല അടിപൊളി ഉറക്കത്തില്ല. അത് എപ്പം വേണമെങ്കിലും എണീക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ച് പെട്ടെന്നൊരു തേങ്ങ അരച്ച് തേങ്ങക്കറി ആകുമ്പോൾ തേങ്ങ തിരുവുന്നൊരു പാടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തേങ്ങ ഫുള്ള് ചിരണ്ടി കഴിഞ്ഞിട്ട് നമുക്ക് കറി വയ്ക്കാനുള്ള ഉള്ളിയും എല്ലാം അരിഞ്ഞിട്ട് കറി വയ്ക്കാം. കറി വയ്ക്കുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. കറിയൊക്കെ വയ്ക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഇപ്പം എന്തായാലും കറി വയ്ക്കുന്നതൊന്നും കാണിക്കുന്നില്ല. അതിനുള്ള സമയമില്ല. പെട്ടെന്ന് കറിയൊക്കെ വയ്ക്കാം. അപ്പം നമ്മുടെ അരപ്പെല്ലാം നമ്മൾ നേരത്തെ പിച്ചിക്കൊണ്ടുവന്ന് നമ്മുടെ ഉണ്ടമുളക് നമുക്ക് ഇതിനകത്തോട്ട് കേട്ടോ. ഞാൻ അതെല്ലാം ഇടുകയാണ്. വലിയ എരിവൊന്നുമില്ലല്ലോ. നല്ല രസമാണ്. നല്ല മണം. എനിക്കിഷ്ടമാണ്. ഇവിടെ ആർക്കൊക്കെ ഇഷ്ടമില്ല. മോൾക്ക് അത്ര ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ല മണമാണ്. പിന്നെ
പച്ച തക്കാളി. ഇതിട്ടാൽ കൊള്ളാവുന്നൊന്നും എനിക്കറിഞ്ഞൂടാ, കൊള്ളത്തില്ലെന്ന് എനിക്കാൻ തോന്നേ. പച്ചത്തക്കാളി കിട്ടിയുള്ളൂ, അതുകൊണ്ട് അതിട്ടു. ഇന്നലെ മേടിച്ചുകൊണ്ടൊന്ന് പച്ചക്കറി കിട്ടിക്കിടന്നതാണ്. പഴുത്ത ഒരു തക്കാളി പോലും ഇല്ലായിരുന്നു, ഈ പച്ച മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം അതും കൂടി അരിഞ്ഞിടാം. സമയമില്ലാതെ എന്തിനാണ് മെനക്കെട്ട് വീഡിയോ എടുക്കുന്നതെന്നൊന്നും ആരും കമൻറ്റ് ഇട്ടേക്കല്ലേ. സമയമില്ല എന്ന് ഉദ്ദേശിക്കുന്നത് കുഞ്ഞുവാവ ഉണർന്നു കഴിഞ്ഞാൽ അവൾ ഒട്ടും നിൽക്കത്തില്ല. അവൾക്ക് ഇപ്പം ഭയങ്കര നിർബന്ധമാണ്. നിർബന്ധം വെച്ചാൽ അവളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അവൾക്ക് ഇങ്ങനെ എന്നെ കണ്ടുകൊണ്ടിരുന്ന് ഇങ്ങനെ കളിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് ഫോണൊക്കെ എടുത്ത് വെച്ചാൽ അവൾ ഫോണും തട്ടിക്കളയും. അവൾക്ക് ഇഷ്ടമല്ല ഫോണൊന്നും നോക്കിക്കൊണ്ടിരിക്കുന്നതൊന്നും. അപ്പം നമുക്ക് കറി വയ്ക്കാം. അതെ, ഇത്രയും മീൻ വറുക്കാമെന്ന് വിചാരിച്ച് മാറ്റി കേട്ടോ. ബാക്കി അത്ര ഞാൻ കറി വയ്ക്കാൻ എടുത്ത്. നമ്മുടെ വഴുതനങ്ങ ഏത് പരുവാന്ന് നമുക്ക് നോക്കാം. ഇനി പുഴു എങ്ങാനും കയറിയോ ഇല്ലേ. ഈ കത്തിക്ക് തീരെ മൂർച്ചയില്ല, എൻ്റെ ആ കത്തി കാണുന്നുമില്ല. അത് നല്ലതായിരുന്നു, ഒരു കുഞ്ഞ് ഇരുമ്പിൻ്റെ. പക്ഷെ എന്തോ രാവിലെ ഞാൻ എടുത്തതാണ്. ഇതാണെങ്കിൽ പഴം വെട്ടിയാൽ പോലും മുറിയാത്തൊരു കത്തി. ഇത് വെച്ച് ഇങ്ങനെയെങ്കിലുമൊക്കെ പുഴു കാണില്ലേ ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് മുറിക്കുക. അത്ര ഇല്ല, പുഴുവില്ല. അത് നോക്കൂ, അടിപൊളി, കൊള്ളാം. നമുക്കൊരു പ്രത്യേക ഒരു സുഖമാണ് നമ്മളൊക്കെ നട്ട് വളർത്തുന്ന. ഇത് ഞാൻ നട്ട് വളർത്തിയൊന്നുമല്ല, തനിയെ കളിച്ച് വന്നതാണ്. അപ്പം അത് അവിടെ എന്തൊക്കെ ചെടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മുമ്പ് വെജിറ്റബിൾസിൻ്റെയൊക്കെ വേസ്റ്റ് അവിടെ കൊണ്ടുവിടുമായിരുന്നു. അപ്പോൾ അങ്ങനെ എങ്ങോ നിന്ന് കിളിർത്ത് വന്നതാണിത്. എന്തായാലും നമ്മുടെ പറമ്പിൽ കിളിക്കുന്നത് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് കഴുകാം കേട്ടോ, കഴുകിയിട്ടരിയാം. കട്ട് ചെയ്ത് ഇങ്ങനെ മെഴുക്കുരുട്ടുണ്ടാക്കാൻ ഒരു സുഖമല്ലേ. അപ്പം ഞാൻ ഇത് പോയി കഴുകിയിട്ട് വരാം. അപ്പം നമ്മുടെ വഴുതനങ്ങ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. നീളത്തിലോ എങ്ങനെയെങ്കിലുമൊക്കെ മതി. ഞാനിങ്ങനെയൊക്കെ എടുക്കാം. എങ്ങനെയായാലും വയറ്റിലോട്ട് പോയാൽ പോരെ. ഞാനിങ്ങനെയൊക്കെ കേട്ടോ. ഇനി വീഡിയോ എടുക്കുന്ന വെച്ച് ഭംഗിയിൽ ഷേപ്പിൽ അരിഞ്ഞുകൊണ്ട് നിൽക്കാനൊന്നും സമയമില്ല. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഇത് സംഭവം വിളഞ്ഞോ അതോ പിഞ്ചാണോ എന്നൊന്നും അറിയാൻ വയ്യ. ഇനി വലുതാകുമോ എന്നും അറിയാൻ വയ്യ. ഇനി വലുതാകും തോന്നുന്നു. എന്തായാലും കൊള്ളാം. നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് വഴുതനങ്ങ മെഴുക്കുവരട്ടിയൊക്കെ കഴിക്കാൻ പറ്റും. കാരണം ഇതൊന്നും നല്ല വലിയ മരമാകും. സൗണ്ട് കേൾക്കുന്നുണ്ടോ? കിരി. കുക്കിംഗ് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ചട്ടിയും വട്ടിയൊക്കെ മേടിച്ചായിരുന്നു ഇടയ്ക്ക് വെച്ച്. ഡെയിലി കുക്കിംഗ് വീഡിയോസ് ഇടാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നടക്കത്തില്ല, ഒരു വിധത്തിൽ മോള് സമ്മതിക്കത്തില്ല. അപ്പം ഇനി അവൾ കുറച്ചും കൂടി ആയിട്ട് കുക്കിംഗ് വീഡിയോസൊക്കെ ഇടാം. ഇത് തന്നെ ഇപ്പം ഞാൻ വീഡിയോ ഒന്നും ഇടാൻ ഉദ്ദേശിക്കുന്നതേ അല്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്, നമ്മൾ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 1 വർഷം ആവാറായി നമ്മുടെ അക്കൗണ്ട് എടുത്തിട്ട്. നമുക്ക് ഇതുവരെയും വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടില്ല. വീഡിയോ ഇട്ടാലല്ലേ, ആരെങ്കിലും കണ്ടാലല്ലേ വാച്ച് അവർ കംപ്ലീറ്റ് ആവും. അപ്പോൾ കിടക്കുന്ന വീഡിയോസൊക്കെ ആരെങ്കിലും ഒന്ന് കണ്ട് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുന്ന ആരും കാണുന്നുമില്ല. അപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പഴയ വീഡിയോകളൊക്കെ ഒന്ന് വെറുതെയെങ്കിലും കയറി ഒന്ന് കാണണേ. വാച്ച് ഒന്ന് എൻ്റെ കംപ്ലീറ്റ് ആയിക്കോട്ടെ. മോളെണീറ്റ്, മോളെ കരച്ചിൽ കേൾക്കുന്നു. എനിക്ക് നമ്മുടെ കുഞ്ഞുവാവ ഉണർന്നു കേട്ടോ. അപ്പം അവളെ ഉറക്കാനായിട്ട് പോയി. നമ്മളിത് വഴുതനങ്ങ മൊത്തം അരിഞ്ഞിട്ടുണ്ട്. 2 സവാളയും കൂടി അരിഞ്ഞു. പിന്നെ നമ്മുടെ അമ്മാമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ ഉണ്ടമുളകുണ്ട്. ഞാൻ പറഞ്ഞില്ല എന്നെ എരിവില്ല. അപ്പം ഇത് കുറച്ച് അരിഞ്ഞിടാം. വെറുതെ ഫ്രിഡ്ജിലിരുന്ന് പഴുത്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അത് പക്ഷേ പച്ചമുളക് കിട്ടാമല്ലോ കേട്ടോ, കുറച്ചും കൂടി ടേസ്റ്റ്. ഇതിന് കാരണം ഇതിന് മണവുമില്ല എരിവുമില്ല. മണം ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. കളയണ്ടല്ലോ എന്ന് വിചാരിച്ചൊരു ഭംഗിക്ക് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ വഴുതനങ്ങ സെപ്പറേറ്റ് വഴുതനങ്ങ മെഴുക്ക് പുരട്ടി മാത്രം ഒരു വീഡിയോ ഒക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ചതാണ്. സമയമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് എടുത്തിട്ട് ഷോർട്സ് ആക്കി ഇടാം കേട്ടോ. അപ്പം അങ്ങനെ ഒരെണ്ണം ചെയ്യാം നമുക്ക്. കുഞ്ഞുമാവ എണീക്കും, അതുകൊണ്ട് സംസാരിച്ചൊന്നും നിൽക്കാനുള്ളതില്ല. അപ്പം ഇത്രയും അങ്ങനെ വലിയ ഭംഗിയായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്ന വഴുതന മെഴുക്ക് പുരട്ടി ഇതെല്ലാം കൂടി എണ്ണ ചൂടാക്കി അതിനകത്തൊട്ടിട്ട് എല്ലാം കൂടി നമുക്ക് വീഡിയോ ഷോർട്സ് ഇടാം. അപ്പോൾ അതിനകത്ത് കാണാമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം കേട്ടോ. നമുക്കിനി മീൻ വറുക്കാനുള്ള മസാലയൊക്കെ തയ്യാറാക്കാം. ഇന്ന് ഞാൻ ഇപ്പോൾ ഈ വെളുത്തുള്ളി ഒന്നും അങ്ങനെ ചതച്ചൊന്നും ഇടുന്നില്ല. നമുക്കിന്നൊരു പെട്ടെന്നൊരു ഇതിലങ്ങ് വെറുതെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വെറുതെ കുരുമുളക് പൊടി ഇടണമെങ്കിൽ കുരുമുളക് പൊടിക്കണം.
അതിനൊരു ടാസ്ക്കാണ്. അപ്പോൾ ഇനി കുരുമുളകൊക്കെ പൊടിച്ചിട്ട് നമുക്കൊരു മീൻ വറുത്തത് ഉണ്ടാക്കാം. കുറച്ച് ഉപ്പ്. അപ്പം ഞാൻ ഓടിപ്പോയി കുരുമുളക് പൊടിച്ചിട്ട് വരാം കേട്ടോ. വേണ്ടേ ഇതിനിപ്പോൾ പൊടിക്കണം. കുരുമുളകിനൊക്കെ എന്താ വില? 100 ഗ്രാമിന് 75 രൂപ. അപ്പം ഞാൻ കുരുമുളക് പൊടി പൊടിച്ചിട്ട് വരട്ടെ. നമ്മൾ കുരുമുളക് പൊടി ഇല്ലെങ്കിൽ മീൻ വറുത്തതിനൊരു സുഖമില്ല. അപ്പം ഇതും കൂടി ഒന്ന് പൊടിച്ചിട്ട് വരാം. നമ്മുടെ കുരുമുളക് പൊടിച്ചിട്ടുണ്ട്. കുരുമുളക് ഇട്ട് വെക്കുന്ന ടിന്നിൻ്റെ കോലം കണ്ടോ? ഇത് ഞണങ്ങിയിരിക്കുന്ന ഉരുകിയത് അടുപ്പിൻ്റെ സൈഡിൽ വെച്ച് ഉരുകിപ്പോയി. ഇനിയിപ്പോൾ അതിപ്പം മാറ്റിയൊന്നും വേണ്ട. എൻ്റെ മിക്ക ടിന്നുകളുടെ സൈഡും ഇങ്ങനെയൊക്കെ തന്നെ, പല പല ഷേപ്പുകളൊക്കെ. എന്ത് ചെയ്യാനാണ്? നമുക്കിപ്പോൾ ഇത് കുരുമുളകിനെ ടിന്നിലിട്ട് വയ്ക്കാം. ഞാൻ ഇപ്പോൾ എന്താണെന്നറിയാമോ ഓൺ വോയിസ് ചെയ്യുന്നത്? കാരണം എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ എഡിറ്റ് ചെയ്യാനും ഒന്നും സമയം കിട്ടത്തില്ല. കുഞ്ഞാവഞ്ഞ് എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടി കയറി വരും. അല്ലെങ്കിൽ ഇവിടുത്തെ അഹങ്കാരി പൂവൻകോഴി ഉണ്ട് 3 അതാണ് ചുമ്മാ കടന്ന് പോവില്ല. ആവശ്യമില്ലാത്തപ്പോൾ കറക്റ്റ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് പോകും. അപ്പോൾ ഇതാകുമ്പം കുഴപ്പമില്ല, എനിക്ക് പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാം. ഒരു മൈക്കൊക്കെ നമുക്ക് മേടിക്കാം. ഏട്ടനൊരു മൈക്ക് മേടിച്ച് തന്നു. അത് എനിക്ക് അത്ര എന്തോ പോലെ. ഇനി എനിക്ക് ഉപയോഗിക്കാനോടാത്തോണ്ടാണോ ഒന്നും അറിയാൻ വയ്യ. നമുക്ക് പതുക്കെ കൊണ്ടൊരു മൈക്കൊക്കെ മേടിക്കാം. എന്നിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ വോയിസ് ഓവർ ചെയ്യാനൊന്നും നിൽക്കത്തില്ല കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഭംഗി കിട്ടേക്കാം. ഞാൻ ഉപ്പിട്ടില്ലേ? എന്തിലിടാണ്ടോ? ഇല്ല വിലയിട്ടല്ലോ. അപ്പം നമുക്ക് മീൻ പെറുക്കിയിടാം. അപ്പം നമ്മുടെ മീനൊക്കെ ഇതേ മസാലയൊക്കെ പുരട്ടി വെച്ച് ഇനിയിപ്പോൾ ഇത് വറുക്കാം. മെഴുക്ക് പുരട്ടിയുടെ വീഡിയോ എടുക്കണ്ടേ, ഷോർട്സ് ഇടാൻ. അപ്പോൾ അത് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ അതെടുക്കട്ടെ. വേറെ ഇത് കഴിഞ്ഞിട്ട് എന്തെടുക്കാനാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കും. നിങ്ങൾ എന്ത് കാണിക്കാനാ? ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കോഴിയുണ്ട്, താറാവുണ്ട്, ലവ് ബേർഡ് ഉണ്ട്, പൂച്ചയുണ്ട്, പട്ടിയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാത്തിനെയും കാണിക്കണമെന്നുണ്ട്. പക്ഷേ അതൊക്കെ ഉള്ള ആ സ്ഥലം ഫുള്ള് കാടൊക്കെ കയറി വൃത്തികേടായി കിടക്കുക. അപ്പോൾ ഇപ്പം ഞാൻ അതൊക്കെ കാണിച്ച് നിങ്ങളത് ചേച്ചി വൃത്തിയില്ലാത്ത ചേച്ചി എന്ന് പറയും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടാവുന്നത്. നമുക്ക് ചെത്തുകാരനെ വിളിച്ച് ചെത്തി വൃത്തിയൊക്കെ ആക്കിയിട്ട് കുറച്ച് ഇഞ്ചിയൊക്കെ നടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ ഇടാം കേട്ടോ. ഇപ്പം തൽക്കാലം ഇതൊക്കെ കൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വെറുതെയെങ്കിലും നിങ്ങൾ വീഡിയോ ഓണാക്കി വയ്ക്കൂ. അപ്പം നമുക്ക് മീൻ വറുക്കാൻ വെച്ചിട്ട് മുറ്റത്തൊക്കെ പോയി ഞാൻ ആ കാടൊക്കെ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. എനിക്ക് വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. നല്ല മഴ വരുന്നു, വെളിയിൽ മൊത്തം തുണി കിടക്കുക. ഇന്നെങ്കിലും ഉണങ്ങി കിട്ടുമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അപ്പം മീൻ വറുക്കാൻ വെച്ചിട്ടേ വലുതായിട്ട് ഒത്തിരി നേരം കാണിക്കാനൊന്നും സമയമില്ല കേട്ടോ. കാരണം കുഞ്ഞുമാവ എണീക്കും. അതുകൊണ്ട് നമുക്ക് മീൻ വറുക്കാൻ വെച്ചിട്ട് ഒരു കുറച്ച് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഞാൻ കാണിച്ചിട്ടുള്ള ഇതൊക്കെ വീഡിയോയിലുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്തൊക്കെ കാണാം. നമ്മുടെ ലവ് ബേർഡിനെയൊക്കെ കാണിച്ചപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇതിപ്പം ഈ വീഡിയോ ഇപ്പം ഞാൻ ഈ ഒരു പാത്രമില്ലേ ഫുള്ള് പോയിരിക്കുക. എന്നോട് ഇന്നാൾ ഞാൻ നമ്മുടെ പഴങ്കഞ്ഞിയുടെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഇതിനകത്ത് മുട്ട പൊരിക്കുന്ന കണ്ടുകൊണ്ട് കമൻ്റ് ഇട്ടിരുന്ന ആരോ ഇത് മാറ്റ് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ കുറച്ച് ഇങ്ങനത്തെ 2-3 പാത്രങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുതിയത് മേടിച്ച് വെച്ചാൽ ഞാനതൊക്കെ വെറുതെ അവിടെ തൂക്കി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ ഒരു രസമാണ്. അതിനകത്ത് ചെയ്യുന്നേക്കാൾ എനിക്ക് എന്തോ ഒരു പ്രത്യേകത ഇതിനകത്താണ് തോന്നിയിട്ടില്ല. അതുകൊണ്ട് മാറ്റാത്തത്. പക്ഷെ മാറ്റണം. ഇത് കണ്ടോ, നമ്മുടെ കുഞ്ഞാവ് നല്ല ഉറക്കമാണ്. ഇവൾ ഉണരുന്നതിന് മുമ്പ് പോയിട്ട് വന്നാൽ രക്ഷപ്പെട്ടു. കണ്ടോ, നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മളിവിടെ ഉറങ്ങുന്ന നേരത്തിന് നമുക്ക് വെറുതെ ഒന്ന് മുറ്റത്ത് പോയിട്ട് വരാം. അപ്പോൾ അതോടുകൂടി ഞാൻ എൻ്റെ ഈ വ്ലോഗ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. വേറെ പ്രത്യേകിച്ച് ഒന്നും കാണിക്കുന്നില്ല. ഇത് കണ്ടോ, ഇവിടെയൊക്കെയാണ് നമ്മുടെ കൂടുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇവിടെയൊക്കെ ഫുള്ള് വൃത്തികേടായി കിടക്കുക. നമ്മൾ ഒരു പ്രാവശ്യം ഒരു ചെത്തുകാരൻ മാമനെ വിളിച്ച് ഇവിടെയൊക്കെ ചെത്തിച്ച് കിളച്ച് ചീനിക്കമ്പ് നട്ടതായിരുന്നു, മരച്ചീനിക്കമ്പ്. പക്ഷേ കിളർത്തില്ല, പോയി. അപ്പോൾ ആ കൂടൊക്കെ ചീത്തയായിരിക്കും കേട്ടോ. അതിൻ്റെ നെറ്റെല്ലാം തുരുമ്പെടുത്ത്. അപ്പോൾ അത് അടിക്കാനുള്ള നെറ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ അടിക്കണം. താറാവിനെയും കോഴിയും ഇതിനകത്തിട്ടേക്കുവാണ്. കോഴീനെ ഇതിനകത്തല്ല, താറാവിന് ഇടാനാണ്. പക്ഷേ താറാവിന് തീറ്റ കൊടുക്കാൻ കയറുമ്പോൾ ഈ കോഴിയും കൂടെ കയറും.
ഇനിയിപ്പോൾ അതിനകമൊന്ന് വൃത്തിയാക്കണമെന്നുണ്ട്, ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്ന്, കൂടൊക്കെ ശരിയാക്കണം, എല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങോട്ട് നടക്കുന്നില്ല. കുഞ്ഞുവാവയെ വെച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെയൊക്കെ അടുത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുളിച്ചിട്ടൊക്കെ അല്ലാണ്ട് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ തന്നെ ചെന്ന് എടുക്കാൻ പറ്റത്തില്ല. പൂച്ചയും പട്ടിയും കൊണ്ടാണ് എൻ്റെയൊക്കെ രോമം ദേഹത്തൊട്ടി പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് അങ്ങനെ ഇറങ്ങുന്നത് ആരെങ്കിലുമൊക്കെ കുഞ്ഞാവെ എടുക്കാനുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇറങ്ങത്തുള്ളൂ. അപ്പം ഇതുവരെ അങ്ങനെ ആരെയും കിട്ടിയില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാം ഇതിനകത്തൊക്കെ പാത്രമൊക്കെ കിടക്കും. ഞാൻ ഇന്നാലും മഴ പെയ്തപ്പോൾ അതൊക്കെ കമത്തിയിട്ടതാണ് കിടക്കുന്നതൊക്കെ. ഫുഡ് കൊടുക്കാനൊക്കെ കയറുമ്പോൾ അങ്ങനെ തന്നെയൊക്കെ ഇടുന്ന. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി തൂത്ത് റെഡിയാക്കണം. കോഴികളൊക്കെ ദേ അവിടെ ഇവിടെയൊക്കെ നടപ്പുണ്ട്. ഇതൊക്കെ ഇതിനകത്ത് കയറും, തിരിച്ച് പറന്നിറങ്ങും. ഇതൊക്കെ ഇച്ചിരി പറക്കൽ കൂടിയ കോഴികളാണ്. അങ്ങനെ അപ്പം ഇതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പ്രത്യേകിച്ച് ഒരു വീഡിയോ കേട്ടോ. നല്ല രസമാണ് ഇവരുടെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ. ഈ താറാവുകൾ, ഇവർ കുഞ്ഞു വാവകളായിരുന്നു, ഇവിടെ വിഴിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളായിരുന്നു. ഇവർ ഇത്രയും വലിയ മുതുകുകളായി ഇപ്പം. ഇവരുടെ അച്ഛൻ ഈ ഇടയ്ക്ക് മരിച്ചുപോയി. നല്ലപോലെ നിന്നൊരു അച്ഛനായിരുന്നു. പെട്ടെന്ന് അവൻ വീണങ്ങ് മരിച്ചുപോയി. എന്ത് പറ്റിയെന്തോ, അവനെന്തെങ്കിലും കടിച്ചാണോ എന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പം ഞാൻ ഇവിടെ കൊണ്ട് വ്ളോഗ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് നാളെ എന്തെങ്കിലുമൊക്കെ ഞാൻ ആലോചിച്ച് കണ്ടുപിടിച്ചിട്ട് നാളെ എന്തെങ്കിലും വ്ളോഗ് ഇടാൻ നോക്കാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.